ഹിന്ദു മതസ്ഥനായ ഒരാളെയാണ് ഷഹനാസ് വിവാഹം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് ഏറെ സമ്പത്തും പാരമ്പര്യവും വിദ്യാഭ്യാസവുമുള്ള ഒരു കുടുംബമാണ് അവരുടേത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇല്ലാതെ ആക്കിയിട്ടേ എനിക്കിനി വിശ്രമമുള്ളൂ എന്നും പറഞ്ഞിറങ്ങിയ കേരളത്തിന്റെ പൊന്നോമന പുത്രി, കേരളത്തിലെ ഒരു പുതിയ ചിങ്കിണി എം.എ. ഷഹനാസ് താത്തൂന് അങ്ങോട്ട് ഇരിക്കപ്പുറതി ഇല്ല കേട്ടോ. താത്തൂന് ഇരിക്കപ്പുറതി ഇല്ല. അതുകൊണ്ട് തന്നെ താത്തൂന്റെ ഇരിക്കപ്പുറതി ഒന്ന് ഇരുത്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. എന്താണ് പറയുന്നത്? എന്തേലും ആവട്ടെ, എന്താണെങ്കിലും താത്തൂനെതിരെ ഇപ്പൊ വീണ്ടും നിയാസ് മലബാറി. താത്തൂനെതിരെ എന്ന് പറയാൻ പറ്റത്തില്ല, താത്തൂന്റെ ഈ ചീറ്റലും മുക്കലും ഒക്കെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ കിടന്നുകൊണ്ടുള്ളേ. അപ്പൊ ഇതൊക്കെ പല ആളുകൾ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്, താത്തൂനെ സപ്പോർട്ട് ചെയ്ത് കുറെ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ നമ്മുടെ നിയാസ് മലബാറി പുതിയൊരു പോസ്റ്റ് എഴുതിയിട്ടിരിക്കുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിയാസ് മലബാറി പറയുന്നതിലൊക്കെ എന്തൊക്കെയോ നല്ല രീതിയിലുള്ള സത്യങ്ങളുണ്ട് എന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഉറപ്പ് വന്ന് തുടങ്ങുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, താത്തുവിൻ്റെ സൈലൻസ്. താത്തു മാങ്ങ പറിച്ചത് എന്തിയെ താത്തു എന്ന് ചോദിക്കുമ്പോൾ മോനെ ചക്ക പറിച്ചത് വീട്ടിൽ ഇരിപ്പുണ്ടാ എന്ന് പറയുന്ന താത്തുവിൻ്റെ ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ജനങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഐഡിയ കിട്ടുന്നുണ്ട്. നിയാസ് മലബാറി ഒന്നും കാണാതല്ല ഇങ്ങനെ എഴുതിയിടുന്നത്, ഒന്നും കാണാതല്ല പുള്ളി കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഏകദേശം ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട് താത്തു. അതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങൾ വേറെ ആൾക്കാരെ കൊണ്ട് എഴുതിച്ചിട്ട് സ്വന്തം ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് വിട്ടിട്ട് ഒരു കാര്യമില്ല, ആരും മൈൻഡ് ചെയ്യത്തില്ല, വക വെക്കത്തില്ല. മനസ്സിലായോ? അങ്ങനെ വക വെക്കണമെങ്കിൽ ഈ പുച്ഛം ഉണ്ടല്ലോ, ആരെന്തു പറഞ്ഞാലും ചോദിച്ചാലും ഈ താത്തുവിന്റെ ഒരു പുണ്യം, ഒരു മറ്റേ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന പരിപാടി, ഇത് നിർത്തിയാൽ തന്നെ ഇച്ചിരിയെങ്കിലും ആൾക്കാർ വില തരും. എന്താണെങ്കിലും നിയാസ് മലബാറി ഇട്ടിരിക്കുന്ന പുതിയ പോസ്റ്റ് ഇങ്ങനെയാണ്: അവർ മതം മാറുകയോ പേര് മാറ്റുകയോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. ആരുടെ? നമ്മുടെ താത്തുവിൻ്റെ. അതൊന്നുമല്ല ഇവിടെ പ്രശ്നം മാഡം. ഒരേ വ്യക്തി പാസ്പോർട്ടിലും കമ്പനിയിലും ഷഹനാസ് ആകുന്നതും ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ RC, ഗൂഗിൾ പേയിൽ ഇവയിലൊക്കെ പ്രിയ ആകുന്നതും എങ്ങനെയാണ്? പോയി പോസ്റ്റ് വായിച്ചപ്പോൾ രസം തോന്നിയത് അതല്ല, അവരുടെ സൗന്ദര്യത്തിലുള്ള കുശുമ്പാണ് ആരോപണത്തിന് കാരണം എന്ന ഭാഗമാണ്. വ്യക്തമാക്കി തരാം എന്താണ് ഈ വ്യക്തി ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇനിയിപ്പോൾ പുള്ളി വേറൊരു പോസ്റ്റ്, ഒരു റൈറ്റിങ്ങും കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഹിന്ദു മതസ്ഥനായ ഒരാളെയാണ് ഷഹനാസ് വിവാഹം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് ഏറെ സമ്പത്തും പാരമ്പര്യവും വിദ്യാഭ്യാസവുമുള്ള ഒരു കുടുംബമാണ് അവരുടേത്. അവളുടെ പേര് പ്രിയ സജീഷ് എന്നോ പ്രിയമല്ലാത്ത എന്താണ്, ഒരു സെക്കൻഡ്, പ്രിയമല്ലാത്ത സജീഷ് എന്നോ ചേർക്കാനുള്ള എല്ലാ അവകാശവും അവൾക്കുണ്ട്. MM ഷഹനാസ് പ്രിയ സജീഷായ കഥ പറഞ്ഞ് ഇന്ദു മേനോൻ. അപ്പൊ ഇന്ദു മേനോൻ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റ്, അത് വേറൊരു ചാനൽ എടുത്ത് ഷെയർ ചെയ്തു. ആ സാധനമാണ് നിയാസ് മലബാറി എഴുതിയിരിക്കുന്ന പോസ്റ്റിന്റെ അടിയിൽ കൊണ്ടുവച്ചേക്കുന്നത്. അത് വേറൊന്നിനുമല്ല, ഈ ഇന്ദു ചേച്ചി നല്ല രീതിയിൽ നമ്മുടെ ഷഹനാസ് മാഡത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് അവരെന്തെങ്കിലും ആയി പൊക്കോട്ടെ, അവർ ഷഹനാസ് ആവുകയോ അവർ മറ്റേ പ്രിയ സജീഷ് ആവുകയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ. കൂടാതെ മറ്റേ മതത്തിനെയൊക്കെയാണ് കുത്തിക്കയറ്റുന്നത്. ഹിന്ദു മേനോനെ മതത്തിനെ, ഹിന്ദു മതസ്ഥനായ ഒരാളെയാണ്. മതമൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താ? ഇവിടെ ആരെങ്കിലും മതം ചോദിച്ചോ? ഇവിടെ ആരെങ്കിലും രാഷ്ട്രീയം ചോദിച്ചോ? ഷഹനാസ് താത്തൂന് എത്ര രൂപ മാസം ശമ്പളം കിട്ടുന്നതെന്ന് പോലും ഇവിടെ ആർക്കും അറിയണ്ട. അതൊക്കെ അവരുടെ ഇഷ്ടം. ശമ്പളമല്ല, അവരുടെ വരുമാനം, അതുപോലും ആർക്കും അറിയണ്ട. ഇവിടെ ആളുകൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നിയാസ് മലബാറി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങളോട് പറയുകയാണ്, അതായത് ഈ താത്തു, നമ്മുടെ ഷഹനാസ് താത്തു IAS ആണെന്നും പറഞ്ഞ് കോളേജിൽ പറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരു കാര്യം. പിന്നെ കുഞ്ഞിനെ ചേച്ചിയുടെ കുഞ്ഞാണെന്ന് പറഞ്ഞു, അത് വിട് പോട്ടെ. മെയിൻ ഒരു കാര്യം ഇത് IAS. കൂടാതെ ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ പേര് ഇതാണ്. ഇവര് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ഷഹനാസ് ആയിട്ടാണ്.
അപ്പം കൂടാതെ പാസ്പോർട്ടിൽ ഷഹനാസ്, ഡ്രൈവിംഗ് ലൈസൻസിൽ പേരിത്. സോ ഇവരുടെ ശരിക്കുള്ള പേരെന്താണ്? എന്താണ് ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഈ കേരളത്തിലെ ഒരു വ്യക്തിക്ക്, ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ ഐഡന്റിറ്റി കാർഡിൽ പേരൊന്ന്, ഡ്രൈവിംഗ് ലൈസൻസിൽ പേരൊന്ന്, പാസ്പോർട്ടിൽ പേരൊന്ന്, ഇതെന്താ ഇങ്ങനെ എന്നൊരു ചോദ്യം ഒരാൾ ചോദിക്കുമ്പോൾ അതിന് മാത്രം ഉത്തരവില്ല. ഇന്ന് രാവിലെ നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാനൊരു വീഡിയോ ചെയ്തത്, കാണാത്തവരൊന്ന് പോയി കാണുക. അത്യാവശ്യം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്, 33 മിനിറ്റ് എങ്ങാണ്ടുണ്ട്. അതിൽ ഇന്നലെ നമ്മുടെ ഷഹനാസ് താത്തു എഴുതിയെന്ന് പറയാൻ പറ്റത്തില്ല, വേറെ ആരെ കൊണ്ടോ ഷഹനാസ് താത്തു എഴുതിപ്പിച്ചിട്ട് പോസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു പോസ്റ്റിനെ പറ്റി വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിലൊക്കെ അവർ രാഹുലിനോടുള്ള ചോദ്യങ്ങളും വേറെ വേറെ കാര്യങ്ങളും ഒക്കെയാണ് അവർ പറയുന്നത്. അവരോട് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അവർക്ക് മറുപടിയില്ല. അത് വരുമ്പം മാത്രം മറ്റേ മുണ്ടാട്ടം മുട്ടും. അതെന്താണ്? പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത് കള്ളപ്പണം വെളുപ്പിക്കാനാണ്, അങ്ങനെയുള്ള കഥകളൊക്കെ കേട്ടു. നമ്മൾ അതൊക്കെ വിടുക, നമുക്കതൊന്നും അറിയത്തില്ല, യാതൊരു തെളിവുമില്ല. പക്ഷെ ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലും പാസ്പോർട്ടിലും ഒക്കെ പേരെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന് പോലും നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ല. നിങ്ങൾ അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുണ്ട് പറിക്കാൻ പോവുക. അതെന്തുകൊണ്ടാണെന്ന് ഇത്താത്തു മനസ്സിലാവുന്നില്ല. ഇത്താത്തു എന്താ ഇങ്ങനെ? ഇത്താത്തു ഇനിയും ഫേസ്ബുക്കിൽ വന്നിട്ട് നീയൊക്കെ അങ്ങ് ചെയ്തോ, എനിക്ക് 2 മാങ്ങയാ, ഞാൻ ആർക്കാ പൈസ കൊടുക്കാൻ പോകുന്നേ, ഞാൻ ഒരു തേങ്ങയും കൊടുക്കത്തില്ല, ഇങ്ങനെയുള്ള വർത്താനങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എഴുതിയ ഒരു പോസ്റ്റാണേ, ഇവിടെ കോടി എണ്ണി മടുത്തു ഇരിക്കുമ്പോൾ ഓൻ്റെ കള്ളപ്പണം വെള്ളപ്പണം തുടരാ പാക്കല വെള്ളുവിളിയായിട്ട് തന്നെ എഴുതി വെച്ചോ, പിന്നെ 10ന്റെ പൈസ കിട്ടുന്നത് നോക്കിയിരുന്നോന്ന്. ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന 10ന്റെ പൈസ കിട്ടുന്നത് ഇത് മാങ്കൂട്ടത്തിലുള്ളതാ. ആ തുടക്കത്തിലെ എനിക്ക് തോന്നുന്നു നിയാസ് മലബാറിക്കുള്ളതാ. അത് വേറൊന്നുമല്ല, കോടികളെണ്ണി പുള്ളിയാണല്ലോ കേസ് കൊടുത്തപ്പോൾ അതിനകത്ത് ഈ മറ്റേ കള്ളപ്പണം വെള്ളപ്പണം ഒക്കെ കയറി വന്നത്. പോട്ടെ, ഈ 10ന്റെ പൈസ കൊടുക്കത്തില്ല അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നതിനോട് എനിക്കൊരു വിയോജിപ്പെന്നല്ല. നിങ്ങൾ പുച്ഛിക്കുകയാണോ ഇവിടുത്തെ കോടതികളെ? ഡിഫമേഷൻ കേസ് കൊടുത്തു, കോടതി പറയുകയാണ് ഷഹനാസ് മോളെ നീ കാശ് കൊടുക്കണം, 10 കോടിയൊന്നും കൊടുക്കണ്ട, പക്ഷെ നീ ഇത്രയും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ഷഹനാസ് താത്തു നിങ്ങൾ പുച്ഛിച്ച് കാണിക്കുവോ കോടതിയെ? അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക, താത്തു പുത്തിത്ത് കാണിക്കുവോ? അല്ല, ഈ താത്തൂന് അങ്ങനെയാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ ചെയ്. കോടതി പിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് അറിയണം. എന്താണ് കോടതി അങ്ങനെ ചെയ്യുന്നത് നിങ്ങളോട്? ഇപ്പൊ ഇത് കോടതിയെ കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. നീ അങ്ങ് നോക്ക്, 10ന്റെ പൈസ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. കേസ് നടക്കും അവിടെ, കേസ് കൊടുത്തു, ഡിഫമേഷൻ കേസ് കൊടുത്തു, പിടികിട്ടിയോ? കുത്തിയിരുന്ന് അപരാധിക്കോ? കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാ ആ പ്രസ് മീറ്റിൽ കയറിയിരുന്ന് പറയുന്നതൊക്കെ. എന്തെങ്കിലും ഒരു തെളിവ് കാണിച്ചുകൊണ്ട് സംസാരിച്ചൂടെ ഇവർക്ക്? ഒന്നുമില്ല, കയറിയിരുന്ന് വാതോരാതെ അങ്ങോട്ട് അപരാധിക്കാൻ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും പൊന്നിത്താത്തു ഞാനായിട്ട് ചിന്തിച്ചെടുത്ത് കഥകൾ പറയുകയല്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്ന പോസ്റ്റുകൾ എടുത്തു വെച്ച് വിമർശിക്കുന്നത് മാത്രമേ നമ്മളൊക്കെ ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? അല്ലാതെ അവിടെ നിങ്ങളെ പേഴ്സണലായിട്ടൊന്നും പറയുന്നില്ല, ചോദ്യങ്ങൾ മാത്രം. എന്താണ് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഇങ്ങനെയാണോ താത്തു? അല്ല, അങ്ങനെയാണെങ്കിൽ എന്താ അങ്ങനെ? നിങ്ങൾ IAS എന്ന് പറഞ്ഞ നാട്ടുകാരെ പറ്റിച്ചോ? ഇതൊക്കെയാണ് നമ്മൾ തോന്നിക്കുന്നത്. അതിനൊന്നും ഒരു മറുപടിയുള്ള നമ്മുടെ താത്തുമോക്ക്. എന്താണെങ്കിലും താത്തുമോൾ അവിടെ കിടന്ന് കളിക്കട്ടെ, ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കട്ടെ. താത്തുമോള് പറ്റുമെങ്കിൽ കബഡിയും കൂടെ കളിക്കട്ടെ താത്തുമോളെ. അപ്പൊ എന്താണെങ്കിലും താത്തുമോൾ അങ്ങോട്ട് മാറി. ഇനി അടുത്ത ആള് ചെസ് നമ്പർ 2 എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ടുള്ള ഈ ഒരു പരാതികളുണ്ടല്ലോ. ഇതിൽ ആദ്യ പരാതി കൊടുത്ത പരാതിക്കാരി, അവർക്കെതിരെ ഒരു വക്കീല് സോഷ്യൽ മീഡിയ വഴി എന്താണ്ടൊക്കെയോ പറഞ്ഞു. ആ വക്കീലിന് മുട്ടം പണി കിട്ടി. അതുമായി ബന്ധപ്പെട്ടത് ഈ വാർത്ത ഒന്ന് കേക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. രാഹുൽ കേസ് അതിജീവിതയെ ആക്ഷേപിച്ചെന്ന കേസിലെ പ്രതി അഭിഭാഷക ദീപ ജോസഫിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. അഭിഭാഷക പ്രയോഗിച്ച വാക്കുകൾ ഞെട്ടലുണ്ടാക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ്. നിങ്ങളൊരു വനിതാ അഭിഭാഷകയല്ലേ എന്നും ബലാത്സംഗ കേസ് പ്രതിയുടെ പബ്ലിക് അഡ്വക്കേറ്റ് ആണോ നിങ്ങളെന്നും കോടതി ചോദിച്ചു. ദീപയുടെ ഹർജി തള്ളിയ കോടതി ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. വിശദാംശങ്ങൾ ജിതിൻ ചന്ദ്രൻ നൽകും. ജിതിൻ, എന്തൊക്കെ വിമർശനങ്ങളാണ് കോടതി ഉന്നയിച്ചത്?
ബിജു, അതിരൂക്ഷമായ വിമർശനം, തുടർച്ചയായ വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൽ നിന്ന് ദീപ ജോസഫിന് നേരിടേണ്ടി വന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടം കേസിലെ ആദ്യ അതിജീവിതയെ ഫേസ്ബുക്കിലൂടെ അടക്കം അധിക്ഷേപിച്ചു എന്ന കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദീപ ജോസഫ് ഹർജി നൽകിയിരുന്നത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി ചോദിച്ചത് ഇതുപോലുള്ള ഭാഷയാണോ നിങ്ങൾ പ്രയോഗിക്കുന്നത് എന്നതാണ്. ഒരു അഭിഭാഷകയല്ലേ നിങ്ങൾ, ഇത്തരം ഭാഷയാണോ ഉപയോഗിക്കുന്നത്, അതൊരു അഭിഭാഷകയ്ക്ക് യോജിച്ച ഭാഷയാണോ എന്നാണ് സുപ്രീം കോടതി ആദ്യം തന്നെ ചോദിച്ചത്. എന്നാൽ താൻ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുകയോ അധിക്ഷേപകരമായി ഒന്നും തന്നെ പറയുകയോ ചെയ്തിട്ടില്ല എന്നതായിരുന്നു ദീപ ജോസഫിന്റെ മറുപടി. എങ്കിലും ചീഫ് ജസ്റ്റിസ് രൂക്ഷമായ വിമർശനം വീണ്ടും തുടരുകയായിരുന്നു. ഈ അഭിഭാഷക ഉപയോഗിച്ച ഈ വാക്കുകൾ കേട്ടപ്പോൾ തനിക്ക് ഞെട്ടലുണ്ടായി, ഈ വാക്കുകൾ വായിച്ചപ്പോൾ ഞെട്ടൽ തോന്നി എന്നതാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ ഹർജിയിൽ ഇടപെടാനില്ല, കേരള ഹൈക്കോടതിയെ സമീപിക്കാൻ എളുപ്പമാണ്, എന്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചില്ല? രാജ്യത്ത് തന്നെ ആദ്യം ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയ ആധുനിക കോടതികളിലൊന്നാണ് കേരള ഹൈക്കോടതി. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കാമല്ലോ എന്നെല്ലാം തന്നെ ഇന്ന് ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായി. ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് താൻ പങ്കുവച്ചത് എന്നതായിരുന്നു ദീപ ജോസഫ് ആ സമയത്ത് നൽകിയ ഒരു മറുപടി. ആ അതിജീവിതയുടെ ഭർത്താവ് തങ്ങളോട് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് പരസ്യമാക്കിയത്, അതൊരു പ്രൊഫഷണൽ സമീപനമാണോ എന്നും കോടതി ആ സമയത്ത് ചോദിക്കുകയുണ്ടായി. ഈ കേസിലെ പ്രതിയുടെ ഒരു അഭിഭാഷക അല്ലെങ്കിൽ ഒരു പബ്ലിക് അഡ്വക്കേറ്റ് എന്നുള്ള പോലെയാണ് നിങ്ങൾ പെരുമാറിയത്. ഒരു പുരുഷനായാണ് ഈ വാക്കുകൾ, ഈ പരാമർശങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ തങ്ങൾ അറസ്റ്റ് ചെയ്യുമായിരുന്നു. സ്ത്രീ എന്ന പരിഗണന നൽകിക്കൊണ്ട് മാത്രമാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്ന മുന്നറിയിപ്പും സുപ്രീം കോടതി ഇന്ന് നൽകുകയുണ്ടായി. അങ്ങനെ ഈ കേസ് പരിഗണിച്ച വേളയിൽ ഉടനീളം തുടർച്ചയായ രൂക്ഷമായ വിമർശനങ്ങളാണ് ദീപ ജോസഫിന് നേരിടേണ്ടി വന്നത്. ദീപ ജോസഫ് നേരിട്ട് കോടതിയിൽ ഹാജരാവുകയും ചെയ്തിരുന്നു. എനിക്കിനി ഇത് കൂടുതൽ കേൾപ്പിക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവസാനത്തെ ആ ഡയലോഗ്, ഒരു സ്ത്രീ ആയതുകൊണ്ട് അറസ്റ്റ് ഇല്ല, പുരുഷനായിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തേനെ. എന്ത് തെമ്മാടിത്തരം അത്? ഞാൻ ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? നിങ്ങൾ പറ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു നിയമ പോരായ്മ. മനസ്സിലായില്ലേ? നിയമത്തിലുള്ളൊരു പോരായ്മ തന്നെയാണിത്. ഒരു സ്ത്രീ ആയതുകൊണ്ട് അറസ്റ്റ് ഇല്ല, പുരുഷനായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്തേനെ, സോഷ്യൽ മീഡിയ വഴി അങ്ങ് അപരാധിച്ചെന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ പരാതിക്കാരി, ഞാൻ അങ്ങനെ വിളിക്കുന്നുള്ളൂ, ആദ്യത്തെ പരാതിക്കാരി, അല്ലാതെ അതിജീവിത എന്ന് വിളിക്കാൻ എനിക്കെന്തോ അങ്ങനെ വിളിക്കാൻ തോന്നുന്നില്ല. പക്ഷെ ഞാൻ അവരെ ആക്ഷേപിക്കുകയോ അപമാനിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ ഒന്നുമേ ചെയ്യുന്നില്ല. പക്ഷെ ആദ്യ പരാതിക്കാരി, എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. നിങ്ങൾക്കോ? എനിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം. പിന്നെ ചീഫ് ജസ്റ്റിസ് ബഹുമാനത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ഈ നിങ്ങൾ പറഞ്ഞതിനകത്തുള്ള ആ ഒരു നിയമ പോരായ്മയുണ്ടല്ലോ, അത് മാറിയില്ലെങ്കിൽ, സീരിയസ്ലി അത് മാറിയില്ലെങ്കിൽ ഇവിടെ ക്രൈം റേറ്റ് കൂടുക തന്നെ ചെയ്യും. ആ ക്രൈമുകളൊക്കെ ചെയ്യുന്നത് സ്ത്രീകളായി മാറുന്ന ഒരു കാലം നമ്മളെല്ലാവരും കാണേണ്ടി വരും. കാരണം അവർക്ക് മുൻഗണന. സ്ത്രീ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അറസ്റ്റൊന്നുമില്ല. പുരുഷനായിരുന്നെങ്കിൽ എങ്ങനെ പറയാൻ പറ്റി? എനിക്കിപ്പോഴും അതാ മനസ്സിലാവാത്തത്. ആ പരാതിക്കാരിയെ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും കിട്ടണം. എൻ്റെ അഭിപ്രായം അതാ. അല്ലാതെ സ്ത്രീ ആയതുകൊണ്ട് അറസ്റ്റ് ഇല്ല, പുരുഷനായിരുന്നെങ്കിൽ വളരെ മോശം, വളരെ മോശം. എനിക്കതാ പറയാൻ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ കാണിച്ചത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ അത് ആണാണോ പെണ്ണാണോ നോക്കേണ്ട കാര്യമില്ല, ശിക്ഷിക്കണം. അങ്ങനെ വേണം ഇവിടെ ചെയ്യാൻ, അങ്ങനെ വേണം നമ്മുടെ നാട് മാറാൻ. ഇല്ലെങ്കിലുണ്ടല്ലോ ഇനിയുള്ള കാലഘട്ടത്ത് എൻ്റെ പൊന്നെ, പുരുഷന്മാരുടെ എണ്ണം മിക്കവാറും കുറയും. ഈ നാട്ടിൽ ഉള്ളവരെല്ലാം മിക്കവാറും കെട്ടിയും വെക്കണോ എടുത്ത് സ്ഥലം വിടും. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പണിയാ. നേരെ റോട്ടിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും ഒരാളെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നോക്കിയെന്നും പറഞ്ഞ് വേണമെങ്കിൽ കേസ് കൊടുത്ത് വേണമെങ്കിൽ ഉള്ളേ തള്ളാം. അതുപോലത്തെ അവസ്ഥ ഇവിടെ നടക്കുന്നത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ പ്രിയപ്പെട്ടവരെ, പറയാതെ പോകരുതേ. പ്രത്യേകിച്ച് ഈ അവസാനം ഈ കേട്ട ഈ അപരാധത്തിനെങ്കിലും നിങ്ങളൊന്ന് മറുപടി പറയണേ. ഷഹനാസ് ഖാത്തൂനെ മാറ്റി വെച്ചേക്ക്, ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് മടുത്ത് കാണും ഇല്ലേ? എനിക്ക് മടുത്ത്. ഇന്നലെ ചില ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്, ബ്രോ വെള്ളം കുടിച്ചിട്ട് പറയടാ, നാക്കൊക്കെ കുഴഞ്ഞ്. സത്യമായിട്ടും ഈ പോസ്റ്റുകളാ വായിച്ച് എൻ്റെ ഊപ്പാട് വന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റുകളായതുകൊണ്ട്, വീഡിയോ ആണെങ്കിൽ പിന്നെയും ചിലപ്പോൾ നിങ്ങളെ കാണിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ട് സ്പോട്ടിലാണ് റിയാക്ഷൻ. പക്ഷേ ഈ പോസ്റ്റുകളായതുകൊണ്ട് തന്നെ നമ്മളൊരു 2-3 പ്രാവശ്യം നേരത്തെ വായിച്ചു വെക്കും, എന്നിട്ടാണ് പിന്നെയും വന്നിരുന്ന് വായിക്കുന്നത്. നാക്കൊക്കെ കുഴഞ്ഞൊരു പരുവാവുന്നടേ. എന്തൊക്കെയാണെങ്കിലും ഞാൻ കഷ്ടപ്പെടും. എനിക്ക് താത്തുവേ നമ്മളോടൊന്നും തോന്നല്ലേ.
താത്തു മറുപടി പറ. താത്തു മറുപടി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. താത്തുവിൻ്റെ ഐഡന്റിറ്റി കാർഡ്, പാസ്പോർട്ട് കാർഡ്, ശരിക്കും താത്തു ആരാ? എന്താ താത്തുവിൻ്റെ പേര്? മതമോ ജാതിയോ ഒന്നും എനിക്കറിയണ്ട, അത് ഞാൻ ചോദിക്കത്തുമില്ല, അത് വൃത്തികേട്. അറിയണ്ട. പക്ഷെ ശരിക്കുള്ള പേരെന്നാ? നമ്മുടെ അഭിപ്രായം അത് മാത്രമേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.